സൈക്കിൾ വേണം. പരിചയമൊന്നുമില്ലാതെ തരാൻ പറ്റില്ല. എന്താ മനസ്സിലായില്ലേ? പിന്നെ തട്ടിക്കൊണ്ടിരിക്കുക. പരിചയക്കാരുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഒരു പരിചയമില്ലാത്തവർക്ക് എങ്ങനെയാ സൈക്കിൾ കൊടുക്കുന്നു? രാജ, എപ്പോഴാ വന്നേ? ജയിലിൽ വന്ന് നിന്നെ കാണാൻ പറ്റിയില്ല. ഒന്നും വിചാരിക്കരുത്, എന്റെ തൊഴിൽ അങ്ങനത്തെ അല്ലേ. നോക്ക്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എടുത്തിയാട്ടൊന്നും കാണിക്കരുത്. സമാധാനമായിട്ടിരിക്കും. എന്താണെങ്കിലും സംസാരിക്കാം. ഇടാ, പോയി ഒരു ചായ പറഞ്ഞു. നീ വാ, അകത്ത് വന്നിരിക്കും. അതിനൊന്നും ഇപ്പൊ സമയമില്ല. വാസു, അവരൊന്നും അത്ര അടുത്തൊന്നും അല്ല താമസിക്കുന്നത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ വലിയ ആൾക്കാരായി. അവന്റെ മകനാ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. അറിയാം. എന്റെ കൂട്ടുകാരെ ഒന്ന് കാണണം. അവരൊക്കെ ഇതിനോടൊക്കെ സെറ്റിലായി. എല്ലാവർക്കും ജോലിയുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. വണ്ടി എടുക്കുക. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഏയ് രാജ, എന്താ ഇവിടെ? എന്തിനാ വന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ? വാ, അകത്തേക്ക് വാ. വാ, കേറി വാ. എന്തു പറ്റി? അല്ല, വാസു വന്നിട്ടുണ്ട്. എവിടെ? എപ്പോ? ഇപ്പോഴാ, കുറച്ചു നേരമായി. രാജ, വീട്ടിലേക്ക് വരുത്തണ്ട. അവിടെ നിൽക്കട്ടെ. ഞാൻ വന്ന് കണ്ടോളാന്ന് പറ. ഞാൻ കല്യാണം കഴിക്കില്ലടാ. എനിക്കിനി ഒരു കുടുംബമില്ല. നീ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കണം. വാസു, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് കരുത്. എല്ലാം മറക്കാൻ ശ്രമിക്കേ. അല്ല, ഉച്ചയ്ക്കും കൂടെ കഴിക്കാൻ വരുന്നു. അത് കൊടുത്തു വിടണോ? ഞാൻ വരും. വാസു, ഇനി ഒരിക്കലും ഒന്നും തിരിച്ചു വരാൻ പോണില്ല. അതൊക്കെ നമ്മുടെ സമയദോഷം. എല്ലാം വിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും നീ ഒന്ന് സംയമനം പാലിക്കുന്നത് നല്ലതാ. വലിയ ഗേറ്റുള്ള വീട്, കുടുംബം, കുട്ടികൾ. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ടല്ല ഞാൻ വന്നത്. ശരി, ഇനി ഒരിക്കലും നിന്റെ മുമ്പിൽ ഞാൻ വരില്ല. രാജ, പോ. ഡാ വാസു,
ഞാൻ അങ്ങനെ പറഞ്ഞതല്ലടാ. രാജ 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 വാസു വാസു വാസ് കുമാർ സാറേ, ട്രിവാൻഡ്രത്തേക്ക് ഞാൻ 2 ടിക്കറ്റ് പറഞ്ഞായിരുന്നു. അത് കൺഫേം ആയോ? കൺഫേം സർ, 2 ടിക്കറ്റ് നാളെ കിട്ടും. എന്നെ ഏൽപ്പിച്ച കാര്യം അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും. വീട്ടിലാർക്കോ സുഖമില്ലെന്ന് പറഞ്ഞല്ലോ, എന്തായി? ഓ അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. രാജ, എന്താ രാജ ഈ സമയത്ത് ഇവിടെ? എന്താ വിശേഷം? ആര്? എടാ വാസു, എവിടെടാ വന്നേ? എന്താണ് ഇവിടെ നിൽക്കുന്നേ? വീട്ടിലേക്ക് വന്നൂടെ? എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നു വിചാരിച്ചു. ഏയ്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, പിള്ളേരോടൊക്കെ പറയാറുണ്ട്. രാജ, ഇവൻ സംസാരിക്കുന്ന കേട്ടില്ലേ? ആദ്യം ഇവന് സ്റ്റേ ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുക. നീ കുറച്ച് റെസ്റ്റ് എടുക്ക. വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ജോലി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ശരിയാക്കാം. നീ ഒന്നുകൊണ്ടും മേടിക്കണ്ട. ഈ ചോരക്കൊക്കെ നമുക്ക് പകരം ചോദിക്കണോടാ. അതുവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. കൊന്നിട്ട് ഞാനും വരാടാ. ഞാനും അകത്ത് കിടന്നോളാം. വാസു, ചെലവിന് കുറച്ച് പൈസ വെച്ചോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. രാജ പോ. എടാ, നീ എവിടെ പോവാ? പോവാൻ രാജ. രഘു ഗാന്ധിനഗറിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എവിടെയാന്നറിയില്ല. പോയാ കണ്ടുപിടിക്കാം. വേണ്ട, ആരെയും കാണണ്ട, തിരിച്ചു പോകാം.